GSAT-N2 GSAT-N2 ഇന്ത്യയ്ക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന GSAT-N2 GSAT-20 ഉപഗ്രഹം ഓഗസ്റ്റ് ആദ്യവാരം വിക്ഷേപിക്കും. ഓഗസ്റ്റിലാണ് വിക്ഷേപിക്കുന്നത്. ഇതെന്താണ് പറയുന്നത്? പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്നതാണ് GSAT-N2 എന്നുള്ള ഉപഗ്രഹമാണ്. അത് വിക്ഷേപിക്കുന്നത് ഓഗസ്റ്റിലാണ് വിക്ഷേപിക്കുന്നത്. വികസിപ്പിച്ചത് ആരാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് NSIL എന്ന് പറഞ്ഞാൽ ISROയ്ക്ക് കീഴിലുള്ള ഒരു വാണിജ്യ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് NSIL ISROവിന് കീഴിലുള്ള ഒരു വാണിജ്യ സ്ഥാപനമാണ് ഈ NSIL. അവരാണ് ഇത് വികസിപ്പിച്ചത്. GSAT-N2 എന്തിനാണ് വികസിപ്പിക്കുന്നത്? ഇന്ത്യയ്ക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ പോലും, അതായത് ഇൻ്റർനെറ്റ് സ്പീഡിൽ കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് പോലും ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയാണ്, അതായത് ഫാസ്റ്റായിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് ലഭ്യതയ്ക്ക് വേണ്ടിയാണ് GSAT-N2 എന്ന ഉപഗ്രഹം നമ്മൾ വിക്ഷേപിക്കുന്നത്. ടാറ്റയുടെ കീഴിലുള്ള നെൽകോ, എയർടെലിന് കീഴിലുള്ള ഹ്യൂസ് എന്ന ഇൻ്റർനെറ്റ് സേവന കമ്പനികൾക്ക് വേണ്ടിയാണ്. നെൽകോയ്ക്കും ഹ്യൂസ് എന്ന ഇൻ്റർനെറ്റ് സേവന കമ്പനികൾക്ക് വേണ്ടിയാണ് ISROയ്ക്ക് കീഴിലുള്ള വാണിജ്യ സ്ഥാപനമായ NSIL GSAT-N2 നിർമ്മിച്ചത്. ആർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്? ടാറ്റയുടെ കീഴിലുള്ള നെൽകോയും എയർടെലിന് കീഴിലുള്ള ഹ്യൂസ് എന്ന ഇൻ്റർനെറ്റ് സേവന കമ്പനികൾക്ക് വേണ്ടിയാണ് ISROയ്ക്ക് കീഴിലുള്ള വാണിജ്യ സ്ഥാപനമായ NSIL GSAT-N2 നിർമ്മിക്കുന്നത്. ഇനി അതിൻ്റെ വിക്ഷേപണ സ്ഥലം എവിടെയായിരിക്കും? US-ലായിരിക്കും അല്ലേ? US-ൽ നിന്നാണ് അത് വിക്ഷേപിക്കുന്നത്. ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ എയർ ലോഞ്ചിൽ നിന്നുമായിരിക്കും ഇത് വിക്ഷേപിക്കുന്നത്. നമ്മുടെ ഈ GSAT-N2 ആദ്യം അടിസ്ഥാന രൂപത്തിൽ ഇതിന് അധികം ഭാരമുണ്ടായിരുന്നില്ല. പക്ഷേ വേറെ ഘടകങ്ങൾ ആഡ് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ ഭാരം 4700 കിലോഗ്രാമായി മാറി. പക്ഷേ ISROയുടെ ഏറ്റവും കരുത്തുള്ള LVM-3 റോക്കറ്റിന് വരെ 4000 കിലോഗ്രാം വരെയാണ് ഈ റോക്കറ്റിന് 4000 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹത്തെ മാത്രമേ ISROയുടെ LVM-3 ഏറ്റവും കരുത്തുള്ള റോക്കറ്റാണ് LVM-3 ഇതിന് വഹിക്കാൻ പറ്റുള്ളൂ. ഇത് 4700 കിലോഗ്രാം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ US-ൽ നിന്ന് ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിൽ വിക്ഷേപിക്കുന്നത്. US-ലെ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ഫാൽക്കൺ 9 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഫാൽക്കൺ 9. അപ്പോൾ അതിന് വെയിറ്റ് കൂടിയ ഉപഗ്രഹങ്ങളെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ ഫാൽക്കൺ 9 എന്ന് പറഞ്ഞ റോക്കറ്റിന്. നമ്മുടെ അവിടെ LVM-3ക്ക് 4000 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെയാണ് വഹിച്ച് ആ റോക്കറ്റിന് അത്രയും കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടെ വലിയ റോക്കറ്റ് കിട്ടാനാണ് US-ൽ നിന്ന് സ്പേസ് എക്സിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. ഏത് റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത്? ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത്. ലക്ഷ്യങ്ങൾ: കപ്പലിലും പറക്കുന്ന വിമാനത്തിലും ഇൻ്റർനെറ്റ് സേവനം ലഭിക്കും. രാജ്യത്തെങ്ങും സെക്കൻഡിൽ 48 GB വരെ വേഗമുള്ള ഇൻ്റർനെറ്റ്. അടുത്ത പോയിന്റ്, ആവശ്യകത കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ സ്പോട്ട് ബീം സാങ്കേതിക വിദ്യ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് തുടങ്ങി ഇൻ്റർനെറ്റ് വേഗം കുറഞ്ഞ പ്രദേശങ്ങളിൽ അതിവേഗ ഇൻ്റർനെറ്റ് യാഥാർത്ഥ്യമാകും. സ്പെക്ട്രത്തിലെ K ബാൻഡ് ഉപയോഗിക്കുന്നതിനാൽ സിഗ്നലുകൾ സ്വീകരിക്കാൻ 1 മീറ്ററിൽ താഴെയുള്ള ചെറിയ ടെർമിനലുകൾ മതി.